എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു, സർ, എനിക്ക് തോന്നുന്ന സംശയങ്ങൾ പല ആചാര്യന്മാരോടും ചോദിക്കാറുണ്ട്. ചിലരൊക്കെ മറുപടി പറയും, ചിലർ അതൊന്നും കണ്ടതായി നടിക്കുക പോലുമില്ല. എന്നാലും മറുപടി തന്നവരിൽ നിന്ന് ഏറ്റവും യുക്തമായതും എൻ്റെ മനസ്സിന് ബോധിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ അംഗീകരിക്കുന്നത്. സാറിനോട് ഇതിന് മുമ്പും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, സാർ മറുപടിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നു, നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട അച്ഛൻ, അമ്മ എന്നിങ്ങനെയുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രാദ്ധം ഊട്ടേണ്ടതുണ്ടോ? പിണ്ടം ഏതായാലും കഴിക്കണം. അത് കഴിഞ്ഞ് വർഷം വർഷം ശ്രാദ്ധം ഊട്ടേണ്ടതുണ്ടോ? ഈ കർക്കിടവാവ് മുതലായ ദിവസങ്ങളിൽ ബലിയിടേണ്ടതുണ്ടോ? ഇതാണ് എനിക്കറിയേണ്ടത്. ഇതിന് മറുപടി എൻ്റെ ഒരു അനുഭവമാണ് അതിനുത്തരം. പല പണ്ഡിതന്മാരും അങ്ങനെ ചെയ്യണം എന്ന് പറയാറുണ്ട്. ബലിയിടണം, ശ്രാദ്ധമൂട്ടണം എന്ന് പറയാറുണ്ട്. പല സ്വാമിജിമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ ഒന്നേ ചോദിക്കാനുള്ളൂ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എന്താണ് സംഭവം? എൻ്റെ വീട്ടിൽ ഇവർ 3 പേര് മരിച്ചപ്പോഴും 12 ദിവസം പുല ആചരിച്ച് 13ാമത്തെ ദിവസമാണ് പിണ്ടം. ഞങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ പിഷാരൂഢി സമുദായം. അത് വൈഷ്ണവ ഗോത്രമാണ്. വൈഷ്ണവരെ എന്ന് പറയുന്നത് ആദിത്യ ഗോത്രമാണ്. പൊതുവെ വിഷ്ണു ആദിത്യന്മാരിൽ ഒരാളാണല്ലോ, ദ്വാദശാദിത്യന്മാരിൽ. അതുകൊണ്ടായിരിക്കണം 12 ദിവസത്തെ പില ആചരിച്ച് 13ാമത്തെ ദിവസം പിണ്ണം. അതെന്തോ ആകട്ടെ, ഈ 12ാമത്തെ ദിവസം പുല ആചരിച്ച് കഴിഞ്ഞ ശേഷം അന്നത്തെ ക്രിയകൾ കഴിയുമ്പോൾ ഈ പരേതാത്മാവിനെ ഗംഗയിൽ കൊണ്ടുപോയി സമർപ്പിക്കും. പിറ്റേ ദിവസം 13ാം തീയതി രാവിലെ, 13ാം ദിവസം രാവിലെ ക്രിയ ചെയ്യുമ്പോൾ പത്മമിട്ട് ഈ ഗംഗയിൽ നിന്ന്, അല്ലെങ്കിൽ ജലാശയം, ഏതെങ്കിലും തൊട്ടടുത്തുള്ള ജലാശയം, ഇതാണ് ഗംഗ എന്ന് സങ്കല്പിച്ചിട്ട് അതിലാണ് സമർപ്പിക്കുക. അവിടെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്തി ആവാഹിച്ചിരുത്തി ഇപ്പുറത്ത് പത്മമിട്ട് വിഷ്ണുവിനെ ആവാഹിക്കുന്നു. എന്നിട്ട് പൂജ ചെയ്യുന്നു. ഈ പരേതാത്മാവിനെ വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു. ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പരേതാത്മാവില്ല, പിന്നെ വിഷ്ണുവേ അവിടെ ഉള്ളൂ. പിന്നെ മക്കൾ അതിനെ ഉദ്വസിക്കുന്നു. അതോടുകൂടി അച്ഛനായാലും അമ്മയായാലും അങ്ങനെ ഒരു സംഗതി ഇല്ല. മരിച്ചു കഴിഞ്ഞോടുകൂടി ജീവാത്മാവ് അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ മക്കളെ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട ഒരു കർമ്മം ആ പരേതാത്മാവിന്, ആ പോയ ആത്മാവിന് അവരുടെ ഗതി സുഗമമാക്കി കൊടുക്കുവാനുള്ള ഒരു അനുമതി പത്രം കൊടുക്കുക. അതാണ് പിണ്ടത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ കൊടുത്തു, നല്ലൊരു സ്ഥാനം കൽപ്പിച്ചു. അച്ഛനായാലും അമ്മയിലും വിഷ്ണുവിൻ്റെ സ്ഥാനം നമ്മൾ കൊടുത്തു, വിഷ്ണുവിൽ ലയിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെ അപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് മോക്ഷം ലഭിച്ചു കഴിഞ്ഞു. അവരുടെ ജന്മ കർമ്മഫലമനുസരിച്ച് മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ കാര്യം. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് അവരുടെ കർമ്മഫലം അനുസരിച്ച് കിട്ടിക്കോളും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയ്ക്കും നല്ലൊരു സ്ഥാനം നമ്മൾ മനസ്സുകൊണ്ട് ചെയ്ത് കഴിഞ്ഞോ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ആർക്കാണ് നമ്മൾ ശ്രാദ്ധം ഊട്ടേണ്ടത്? വിഷ്ണുവിൽ ലയിപ്പിച്ചതോടുകൂടി തന്നെ ഒന്നുമില്ല, പിന്നെ വിഷ്ണുവേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ആർക്ക് വിഷ്ണുവിന് കയറിയേ ചെയ്യും? അങ്ങനെ വേണ്ടി വരും. വിഷ്ണു പൂജ ചെയ്യേണ്ടി വരും. അത് ചെയ്യാമല്ലോ, അതിപ്പോൾ മരിക്കണമെന്നില്ല. അല്ലെങ്കിലും നമുക്കത് ചെയ്യാം, വിഷ്ണു പൂജ ചെയ്യാം, വഴിപാടായിട്ട് ചെയ്യാം. അതല്ലാതെ കണ്ട് പരേതാത്മാവ് എന്ന നിലയ്ക്ക് എങ്ങനെ? അങ്ങനെ സാധനമില്ല, വിഷ്ണുവിൽ ലയിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശ്രാദ്ധമോ അല്ലെങ്കിൽ ഈ സംഗതിയോ അല്ലെങ്കിൽ കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ക്രിയകളൊന്നും ആവശ്യമില്ല. ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പയിൽ വെച്ച് ചിലർ ബലിയിടണം, ബലിതർപ്പണം ചെയ്യുന്നത് കാണാം. എന്തിന്?
ഇങ്ങനെ സാധനമില്ലല്ലോ ഇവിടെ. പിന്നെ എന്തിനാ? അതിന് ഉത്തരമാണ് തരേണ്ടത്. ഈ സ്വാമിജിമാർക്ക് തരാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവർക്ക് ആർക്കെങ്കിലും തരാൻ കഴിയുമോ? മുടന്ത ന്യായങ്ങളല്ല വേണ്ടത്. അല്ലെങ്കിൽ ഈ ക്രിയ മുഴുവൻ തെറ്റാണെന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഉത്തരവാദിത്തം ക്രിയ ചെയ്യിപ്പിച്ചവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ക്രിയ ചെയ്യുമ്പോൾ, ഇന്നത്തെ അവസ്ഥയിൽ ക്രിയ ചെയ്യുമ്പോൾ വിഷ്ണുവിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഉദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ ഒരു സംഗതി ഇല്ല. യഥാർത്ഥത്തിലുള്ള ജീവാത്മാവ് പോയി, അത് അവരുടെ അടുത്ത മാർഗം തേടിപ്പോയി. അതിന് വരെ അനുമതി കൊടുക്കുക, സുഖമായിട്ട് യാത്രയാവുക, ലക്ഷ്യസ്ഥാനത്തെത്തുക. ആ ലക്ഷ്യസ്ഥാനം ഞങ്ങളുടെ കണക്കിൽ വിഷ്ണുവാണ്, പരമാത്മാവാണ്. ആ പരമാത്മാവിൽ ഞങ്ങൾ ലയിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ എന്തിനാ ക്രിയ ചെയ്യുന്നത്? ചിന്തിക്കുക. നന്ദി, നമസ്കാരം.